നവംബർ 14 രാജ്യമെങ്ങും ശിശുദിനമായി ആഘോഷിക്കുന്ന ദിനമാണ്. നവംബർ 14 കുട്ടികളുടെ ചാച്ച നെഹ്റുജിയുടെ ജന്മദിനമാണ് ശിശുദിനം. ശിശുക്കളുടെ ക്ഷേമം, ഐശ്വര്യം ഇവയൊക്കെ കാത്തു സൂക്ഷിക്കാൻ മുതിർന്നവർ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ശിശുദിനം. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ നേരത്തെ ഉണർത്തിയതുപോലെ നിങ്ങളിൽ വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽ പെട്ടവരല്ല എന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. ആ സന്ദേശത്തിൽ കുട്ടികളോട് വർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം കുഞ്ഞുങ്ങളെ വളരെ വാത്സല്യത്തോടെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുകയാണ്. വലിയവരായ നമ്മുടെ മനസ്സിൽ ഹൃദ്യമായ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിഷ്കളങ്കരായി പുഞ്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ലാളിക്കാൻ ആവുകയുള്ളൂ. മുതിർന്നവരുടെ പുഞ്ചിരിക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വഞ്ചന ഉണ്ടാവരുത്. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമ്പത്ത് കുട്ടികളാണ് എന്ന് കാണാം. കാരണം അവരാണല്ലോ നാളത്തെ പൗരന്മാർ. അതേസമയം നമ്മുടെ മക്കൾ നാടിൻ്റെ തിന്മകളായി മാറിയാൽ എന്താണ് സംഭവിക്കുക? രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാവി വളരെ മോശമായിരിക്കും, അല്ലേ? നമ്മുടെ രാജ്യത്ത് സാമൂഹികപരമായും രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുട്ടികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മുതിർന്നവരായ നമ്മൾ മാത്രം നന്നായതുകൊണ്ടായില്ല ഒരാൾ മഹാകവിയായി, രാഷ്ട്രീയ മേധാവിയായി, അധ്യാപകനായി, രാഷ്ട്രത്തലവനായി. പക്ഷേ സ്വന്തം മക്കളെ രാഷ്ട്രത്തിനും തനിക്കും പ്രയോജനമില്ലാതെ വളർത്തിയിട്ട് നമ്മൾ മഹാനായതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഇനി രേഖകളിൽ ബാലവേല കർശനമായി നിരോധിക്കപ്പെട്ട രാജ്യമാണല്ലോ ഇന്ത്യ. പക്ഷേ ഇന്ത്യയുടെ മൊത്തം സ്ഥിതി പരിശോധിച്ചാൽ 14 വയസ്സിന് താഴെയുള്ള നിരവധി കുട്ടികൾ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതേപ്രകാരം UN കണക്കനുസരിച്ച് ഇന്ത്യയിലെ 55% കുട്ടികളും പോഷകാഹാരക്കുറവിൻ്റെയും അനുബന്ധ രോഗങ്ങളുടെയും ഇരകളുമാണ്. അപ്പോൾ നമുക്ക്